മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് കോഴിക്കോട് കൊളത്തൂർ ആശ്രമത്തിലെ സ്വാമി ചിദാനന്ദപുരിയും പ്രൊഫസർ എന്ന് പറയുന്ന പ്രൊഫസർ രവിചന്ദ്രനും തമ്മിലുള്ള ഒരു ചർച്ച സംവാദം കാണുകയും കേൾക്കുകയും ചെയ്തു. രവിചന്ദ്രന്റെ വാദങ്ങളെല്ലാം സത്യത്തിൽ എത്ര ബാലിശമായിരുന്നു എന്ന് അപ്പോഴാണ് മനസ്സിലായത്. ആമയും മുയലും തമ്മിലുള്ള കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ആമയെയും മുയലിനെയും ചർച്ചാ വിഷയമാക്കി ആമ പറഞ്ഞത് തെറ്റ്, മുയൽ പറഞ്ഞത് തെറ്റ്, അങ്ങനെ മത്സരിച്ചത് തെറ്റ് എന്നെല്ലാം ആ കഥയെ മാത്രം അടിസ്ഥാനമാക്കി വാദിക്കുന്ന ശ്രീ രവിചന്ദ്രൻ ഇടയ്ക്കൊരു വരി പറയുകയുണ്ടായി. അഹം ബ്രഹ്മാസ്മി അല്ല, അഹം ദ്രവ്യാസ്മി ആണെന്ന്. തലയ്ക്ക് അല്പമെങ്കിലും ഉള്ളിൽ ഉണ്ടെങ്കിൽ, തലയ്ക്കകത്ത് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ആ പദപ്രയോഗം കയ്യടിക്ക് വേണ്ടി പറഞ്ഞതാണെങ്കിൽ ഓൾറൈറ്റ്, അല്ലെങ്കിൽ പറയില്ല. മരണത്തിന് മുമ്പുള്ള ശരീരത്തിലെ ദ്രവ്യമെല്ലാം മരണത്തിന് ശേഷവുമുണ്ട്. അപ്പൊ മരണത്തിന് ശേഷവും ദ്രവ്യാസ്മിയാണ്, മരണത്തിന് മുമ്പും ദ്രവ്യാസ്മിയാണ് എങ്കിൽ ഇപ്പൊ ഈ തെക്കോട്ടും വടക്കോട്ടും നടന്ന് 10-25 പേർക്ക് സംവാദത്തിലൂടെ ക്ലാസ് എടുത്ത് എന്തൊക്കെയോ തെളിയിക്കാൻ ശ്രമിക്കുന്ന, ഞാനാണ് ലോകത്തിലെ ഒരേ ഒരു അദ്വൈതവാദി എന്ന് പറഞ്ഞ് നടക്കുന്ന, എന്തോ മാനസികമായിട്ട് പ്രശ്നമുള്ള ശ്രീ രവിചന്ദ്രൻ അഹം ദ്രവ്യാസ്മി ആണ് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ശരിക്ക് അത്ഭുതം തോന്നി. അപ്പൊ ഞാൻ ദ്രവ്യമാണെങ്കിൽ ആ ദ്രവ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്താൽ ഞാൻ ആകണം, ആ ദ്രവ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്താൽ ഞാൻ ആകുമെങ്കിൽ ജീവനുള്ള ശരീരവും ശവശരീരവും തമ്മിൽ ബന്ധമില്ല. കുറെ ഇഷ്ടികകൾ പറയാണ് ഞാനാണ് വീട് എന്ന്. ഇഷ്ടിക പറഞ്ഞാല് ഞാൻ വീടാവില്ല. വീട് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്നതും അതിനെ സൃഷ്ടിക്കാനായി ആ പണിക്കാരുടെ ഇൻപുട്ടും ചൈതന്യവും കൂടി ചേർന്നതാണ്. പക്ഷേ ഇഷ്ടികയും സിമന്റും കമ്പിയും അതുപോലെ തന്നെ മണലും പിന്നെ മരവും എല്ലാം കൂട്ടിവെച്ച് അഹം ദ്രവ്യാസ്മി എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. പക്ഷെ ഞാൻ വീടാണ് എന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രശ്നമുള്ളത്. ഏതായാലും ആരോ ഒരാള് യുക്തിവാദികളുടെ സംവാദത്തിൽ പറഞ്ഞ പോലെ ഉന്മൂലനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ജീവികളിൽ, ദിനോസാറിനെ പോലെ ഉള്ള കുറേ ജീവികളുടെ കൂട്ടത്തില് വിരലിൽ എണ്ണാവുന്ന അനുയായികളും അതിനേക്കാൾ കുറവുള്ള നേതാക്കന്മാരും സ്വയം എന്തൊക്കെയോ ആണെന്ന് ധരിച്ച് ഈ മാനസിക രോഗാശുപത്രിയിൽ കിടക്കുന്ന വ്യക്തികളും അങ്ങനെയൊക്കെ നടക്കുന്ന യുക്തിവാദികള് ഈ സംവാദത്തിന് വരണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായത് ഇങ്ങനെയാണ്. ഒരാള് എനിക്ക് യൂട്യൂബിലൂടെ ഒരു റിപ്ലൈ തരികയുണ്ടായി. എന്തായാലും താങ്കൾ കാരണം രവിചന്ദ്രന്റെ പേരും പ്രസിദ്ധിയും വളരെയേറെ വർദ്ധിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ചുവട്ടിൽ എഴുതി, ചിലർക്ക് ചില സ്ഥലത്ത് ആലുമരം മുളച്ചാല് അതും തണലാണ്. കാരണം യുക്തിയുടെ അടിസ്ഥാനത്തിൽ ആൽമരം തണല് തരുമെങ്കിൽ അത് എവിടെ മുളച്ചാൽ എന്താ കുഴപ്പം എന്നുള്ളതും ഒരു യുക്തിയാണ്. പക്ഷേ ഈ സംവാദത്തിലൂടെ പേരോ പ്രസിദ്ധിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉപയോഗിക്കുന്ന വരികളും കൊടുക്കുന്ന സന്ദേശവും അഹം ദ്രവ്യാസ്മി എന്നുള്ളതും ഉള്ള വാക്കുകളുടെയൊക്കെ അർത്ഥവും ഒന്നും അറിയാത്തവന്റെ മുമ്പിൽ എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർക്കാൻ സാധിക്കുമെങ്കിലും, പക്ഷെ സാമാന്യ ബുദ്ധിയുള്ളവന്റെ മുമ്പിൽ ഞാൻ ദ്രവ്യമാണെങ്കിൽ ദ്രവ്യങ്ങളെല്ലാം ചേർന്നാൽ ഞാനാകണമെന്ന കോമൺ യുക്തിക്ക് നിരക്കാത്ത വിധത്തിലും ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അദ്വൈതവാദി എന്നുള്ളതും ആ അദ്വൈതത്തിന്റെ ABCD പോലും അറിയാതെ
അദ്വൈത ചിന്താധാരകൾ എഴുതിയ ഒരു 10-20 പേരുടെ പേര് അതും പറയുന്ന രീതിയിൽ തെറ്റുണ്ട്. ഈ ഋഷിമാരുടെ പേര് പറഞ്ഞതും തെറ്റാണ്. ശരിക്ക് സക്കീർ നായിക്ക് പറയുന്ന മാതിരിയാണ് കേരളത്തിൽ ജനിച്ച് മലയാളം അറിയാവുന്ന ശ്രീ സി രവിചന്ദ്രൻ ആ വാക്കുകളെല്ലാം പദങ്ങളെല്ലാം പറയുന്നത്. സംസ്കൃത കൊട്ടേഷൻ ആണെങ്കിൽ ഈ വാദിക്കാനും എതിർക്കാനും വേണ്ടി മാത്രം പഠിച്ച് പറയുന്ന ഒരു മനുഷ്യൻ അഹം ദ്രവ്യാസ്മി എന്ന് പറഞ്ഞത് കേട്ടപ്പോ സന്തോഷം തോന്നി. ആർക്കെങ്കിലും അതിന്റെ അർത്ഥം വ്യക്തമായിട്ട് അറിയാമെങ്കിൽ അയാൾക്ക് കൂടി ഈ മനുഷ്യനോടുള്ള ഇപ്പോ ഒരു പ്രൊഫസർ എന്ന് ശരിയായിട്ടോ തെറ്റായിട്ടോ വെച്ചിരിക്കുന്ന ആ പേര് പോലും വികൃതമാണോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള ആ സംവാദം കേട്ടപ്പോ സന്തോഷം തോന്നി. ആരെങ്കിലുമൊക്കെ ഇതുപോലെയുള്ളവരെ പൊളിച്ചടക്കാനുണ്ടല്ലോ എന്നുള്ളത്. ഞാൻ ഏതായാലും വരാൻ തയ്യാറില്ല. കാരണം വാദിക്കലും ജയിക്കലും ഒന്നും എൻ്റെ ജോലിയുടെ ഭാഗമല്ല. പഠിക്കലും പഠിപ്പിക്കലും പ്രചരിപ്പിക്കലും പ്രവർത്തിക്കലും പ്രതികരിക്കലും ഇതേപോലെയാണ് എൻ്റെ ജോലിയുടെ ഭാഗം. അത് 4 ചുമരുകൾക്കകത്തും ചെയ്യും. ഒരു ചുമരും ഇല്ലാത്ത സ്ഥലത്ത് നല്ല പബ്ലിക് റോഡിലും അത് ചെയ്യും. ഇതുപോലെയുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ഇറങ്ങി പുറപ്പെടാനും സാധിക്കില്ല. അഹങ്കാരത്തിന്റെ ഭാഷയിലല്ല പറഞ്ഞത്. കുറേ പേര് നിരന്തരം സംവാദം നടത്തണം എന്ന് പറയുന്നവർക്ക് കൂടി ഉത്തരമായിട്ടാണ് ഇത് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.